ഡിയർ സ്റ്റുഡൻസ്, NIOS ഇക്കണോമിക്സിൽ ചാപ്റ്റർ 11 ഇൻഡെക്സ് നമ്പർ എന്ന സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമാണ്. ഇതിൽ നമ്മൾ ഇൻഡെക്സ് നമ്പറിൻ്റെ മീനിങ് എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻറ്റുകളാണ്. ഇത് പല വേരിയബിൾസിനും പല കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെ, ചേഞ്ചസിനെ കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അളവുകളാണ് ഇൻഡെക്സ് നമ്പറുകൾ. Index numbers are statistical measures that show changes in variables over time. വേരിയബിൾസ് എന്ന് പറയുന്നത് വസ്തുവകകളുടെ, സാധനങ്ങളുടെ, പലചരക്ക് സാധനങ്ങളുടെയൊക്കെ പല കാലഘട്ടങ്ങളിലെ വിലകളാകാം. വിലകൾ മാറാം. പഴയ വർഷവും പുതിയ വർഷങ്ങളൊക്കെ വിലകൾ മാറാം, വിലക്കയറ്റങ്ങൾ ഉണ്ടാകുന്നതിനാൽ. സോ ദേ കമ്പയർ ദ ലെവൽ ഓഫ് പ്രൈസസ്, ക്വാണ്ടിറ്റീസ് ഓർ വാല്യൂസ് ബിറ്റ്വീൻ ടു പീരിയഡ്സ്. രണ്ട് കാലഘട്ടങ്ങളിലെ വിലകൾ അല്ലെങ്കിൽ രണ്ട് കാലഘട്ടങ്ങളിലെ ക്വാണ്ടിറ്റികൾ, ഇതൊക്കെയാണ് ഇത് താരതമ്യം ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സേ ദാറ്റ് പ്രൈസ് ഇൻഡെക്സ് ഈസ് 120, പ്രൈസ് ഇൻഡെക്സ് 120 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്, ഇറ്റ് മീൻസ് ദാറ്റ് ദ ഒറിജിനൽ പ്രൈസ് വാസ് 100% 100 or 100%. ഒറിജിനൽ പ്രൈസ് 100% അല്ലെങ്കിൽ 100 ആണ് എന്ന് സങ്കല്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ആ ബേസ് ഇയറിൽ 100 രൂപയുണ്ടായിരുന്ന സാധനം ഇപ്പോൾ 120 രൂപയായി എന്നാണ് ഈ ഇൻഡെക്സ് നമ്പർ 120 ആണെന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പുതിയ വർഷത്തിൽ വിലക്കയറ്റം കൊണ്ട് 20% വില കയറി എന്നാണ് അർത്ഥം. ബട്ട് ദിസ് ഇയർ പ്രൈസസ് ഇൻക്രീസ്ഡ് ബൈ 20% ഫ്രം ദ ബേസ് ഇയർ. അപ്പോൾ ഇൻഡെക്സ് നമ്പറുകൾ കാണുന്നതും അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇൻഡെക്സ് നമ്പറുകൾ നമ്മൾ എപ്പോഴും പെർസെൻറ്റേജ് ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പറിൽ എപ്പോഴും ഒരു ബേസ് ഇയർ വാല്യൂ ഉണ്ടാകും. പഴയ വർഷത്തെ ഒരു വാല്യൂ, അത് 100 ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുക, ബേസ് ഇയർ വാല്യൂവിനെ. അതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പറുകൾ പല കാലഘട്ടങ്ങൾക്കിടയിലുള്ള വിലകളെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ, ഡാറ്റയെ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ആവറേജ് ചേഞ്ചസിനെയാണ് ഇത് ബേസ് ചെയ്യുന്നത്. ഇനി ഇൻഡെക്സ് നമ്പറിൻ്റെ മറ്റൊരു പ്രയോജനം എന്താണെന്നുള്ളത് പഠിക്കാം. ഇൻഡെക്സ് നമ്പറുകൾ പല തരമുണ്ടെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്: പ്രൈസ് ഇൻഡെക്സ്, ക്വാണ്ടിറ്റി ഇൻഡെക്സ്, അതുപോലെ തന്നെ വാല്യൂ ഇൻഡെക്സ്. ഇങ്ങനെ 3 തരം ഇൻഡെക്സ് ഉണ്ട്. പ്രൈസ് ഇൻഡെക്സ് എന്താണ്? ഇറ്റ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ പ്രൈസസ്. വിലകളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നോക്കുന്ന ഇൻഡെക്സിനെയാണ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയാം. എന്നാൽ ക്വാണ്ടിറ്റി ഇൻഡെക്സോ, ഇറ്റ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഓർ വോളിയം. അളവ്, സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാകാം. പണ്ട് കുറച്ച് വാങ്ങിച്ചത് ഇപ്പോൾ കൂടുതൽ അളവിൽ വാങ്ങിക്കാം. പണ്ട് 1 കിലോ വാങ്ങിച്ചിരുന്നത് ഇപ്പോൾ 5 കിലോ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവാം. സോ ക്വാണ്ടിറ്റി ഇൻഡെക്സിൽ വാങ്ങിക്കുന്നതിൻ്റെ അളവിലുണ്ടായ മാറ്റമാണ് പരിഗണിക്കുക. എന്നാൽ പ്രൈസ് ഇൻഡെക്സിൽ പ്രൈസിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ പരിഗണിക്കുക. എന്നാൽ വാല്യൂ ഇൻഡെക്സിൽ ടോട്ടൽ വാല്യൂവിലെ ചേഞ്ചസ് ആണ് പരിഗണിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രൈസ് ഇൻഡെക്സിന് എക്സാമ്പിളാണ് WPI അഥവാ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഇനി നമുക്ക് വാല്യൂ ഇൻഡെക്സ് എങ്ങനെയാണ് ടോട്ടൽ പ്രൈസ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പേനയ്ക്ക് 10 രൂപയാണ്. നമ്മൾ ആകെ 25 പേന വാങ്ങിച്ചെങ്കിൽ ആ 25 എന്ന ക്വാണ്ടിറ്റിയും ഒരു പേനയുടെ വിലയായ 10 രൂപയും തമ്മിൽ ഗുണിക്കുന്നു. അങ്ങനെ 10 × 25 = 250 എന്ന ടോട്ടൽ വാല്യൂ എടുക്കുന്നു. അതാണ് വാല്യൂ ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ് നോക്കാം. ഇൻഡെക്സ് നമ്പറുകൾ പണപ്പെരുപ്പമോ പണച്ചുരുക്കമോ ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ അളക്കാൻ സഹായിക്കുന്നു. ഇറ്റ് മെഷേഴ്സ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ പോളിസി മേക്കിംഗ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നയരൂപീകരണത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബിസിനസ് ഡിസിഷൻസ്. ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെ കൈക്കൊള്ളണം എന്നത് ഇൻഡെക്സ് നമ്പറുകളെ നോക്കിയാണ് നമ്മൾ പലപ്പോഴും പരിഗണിക്കുക അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക. ഇറ്റ് ഈസ് എ ബേസിസ് ഫോർ സാലറി ഓർ വേജ് അഡ്ജസ്റ്റ്മെൻറ്റ്. തൊഴിലാളികളുടെ ശമ്പള വർധനവ്, കൂലി പരിഷ്കരണം എന്നിവയൊക്കെ ഇൻഡെക്സ് നമ്പറുകളെ നോക്കിയിട്ടാണ്. വില നിലവാര സൂചിക നോക്കിയിട്ട് ഒരുപാട് വിലക്കയറ്റമുള്ള നാളുകളിൽ ആളുകൾക്ക് അതിനനുസരിച്ച് വിലക്കയറ്റത്തിൻ്റെ തോതനുസരിച്ച് ശമ്പള വർധനവ് നടത്താനായിട്ട് കമ്പനികൾ തീരുമാനിക്കും. അവരുടെ ഡിയർനെസ് അലവൻസും മറ്റുമൊക്കെ പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ എക്കണോമിക് പ്ലാനിങ്. എന്തിന്? ഗവൺമെൻറ്റിന് പോലും രാജ്യത്തിൻ്റെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇൻഡെക്സ് നമ്പറുകൾ സഹായകരമാണ്. ഇൻഡെക്സ് നമ്പറുകളുടെ കൺസ്ട്രക്ഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു നല്ല ബേസ് ഇയർ തിരഞ്ഞെടുക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പഴയ വർഷത്തെ വിലയെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ വർഷത്തെ വിലയെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ പഴയ വർഷത്തെ വിലയോട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ വില എത്ര ശതമാനം വർദ്ധിച്ചു എന്നുള്ളത് പ്രധാനമാണ്. സോ സെലക്ഷൻ ഓഫ് എ ബേസ് ഇയർ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് ഐറ്റംസ് സെലക്ട് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് ആക്യുറേറ്റ് ഡാറ്റ, വളരെ കൃത്യതയുള്ള ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. അതുപോലെ തന്നെ ചോയ്സ് ഓഫ് മെത്തേഡ്, നല്ലൊരു രീതി, ഒരുപാട് ഫോർമുലകളൊക്കെ ഉണ്ട്. ഏത് രീതിയിൽ ചെയ്താലാണ് ഏറ്റവും നല്ലത്, നമ്മുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും ഇണങ്ങുന്ന ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതും ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലമാണ്.
അപ്പോൾ ബേസ് ഇയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് ബേസ് ഇയർ? ബേസ് ഇയർ ഈസ് ദ ഇയർ യൂസ്ഡ് ഫോർ കമ്പാരിസൺ. നമ്മൾ പഴയ വർഷത്തെയും പുതിയ വർഷത്തെയും വിലകളെ താരതമ്യം ചെയ്യുമ്പോൾ പഴയ വർഷം എന്ന് പറയുന്ന വർഷത്തെ വിലയെ വെച്ചിട്ടാണ് ഈ വർഷത്തെ വിലയെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ പഴയ വർഷത്തെ വിലയെ ബേസ് ഇയറിന് നമ്മൾ ഇൻഡെക്സ് ആയിട്ട്, ബേസ് ഇയറിൻ്റെ ഇൻഡെക്സ് വാല്യൂ ആയിട്ട് എപ്പോഴും 100 എന്ന സംഖ്യയാണ് ബേസ് ഇയർ ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കുക. അത് ബൈഹേർട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. ബേസ് ഇയർ ഇൻഡെക്സിനെ എപ്പോഴും നമ്മൾ കണക്കാക്കുന്ന വാല്യൂ എത്രയാണ്? 100. അപ്പോൾ ഒരു നല്ല ബേസ് ഇയറിന് എന്തെല്ലാം ഗുണങ്ങളുണ്ടായിരിക്കണം? നമുക്ക് ഏതെങ്കിലും ഒരു വർഷത്തെ വില എടുക്കാൻ പാടില്ല. കണ്ണും പൂട്ടി ഏതെങ്കിലും ഒരു വർഷത്തെ കറക്കി കുത്തിയൊന്നും എടുക്കാൻ പാടില്ല. ഒരു നോർമൽ ഇയറിലെ വിലയാണ് എടുക്കേണ്ടത്. നോർമൽ ഇയർ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളില്ലാത്ത, ക്രൈസിസുകളില്ലാത്ത ഒരു ഇയർ ആയിരിക്കണം ബേസ് ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ 2000 എന്ന വർഷത്തെ ബേസ് ഇയർ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് കോവിഡ് കാലഘട്ടമാണ്. കോവിഡ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഒരു വലിയ പ്രളയം നടന്ന കാലഘട്ടം, ഈ കാലഘട്ടങ്ങളൊന്നും തന്നെ പണപ്പെരുപ്പം കൂടാം, അങ്ങനെയുള്ള പണച്ചുരുക്കം അനുഭവപ്പെടുന്നതോ അങ്ങനെയുള്ള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ആ നെറുകയിൽ നിൽക്കുന്ന വർഷമോ ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ബേസ് ഇയർ ഒരു നോർമൽ ഇയർ ആയിരിക്കണം. 2, ഇറ്റ് ഷുഡ് ബി എ റീസെൻറ്റ് ഇയർ. അത് ഒരുപാട് പഴയ വർഷമൊന്നും ആയിരിക്കരുത്. 20 വർഷം മുമ്പത്തെ വർഷത്തെ ഒന്നും ബേസ് ഇയർ എടുക്കരുത്. ഒരു റീസെൻ്റ് ആയ ഒരു ഇയർ ആയിട്ട് എടുക്കണം. ഈ അടുത്ത കാലത്തുള്ള ഒരു വർഷമായിരിക്കണം. ഒരുപാട് പഴക്കം പാടില്ല. ഇനി ഇറ്റ് ഷുഡ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഇയർ. അതൊരു പ്രാതിനിധ്യ വർഷം ആയിരിക്കണം. അതായത് പൊതുവെ മറ്റ് ഓവർ ഫ്ലക്ച്വേഷൻസ് ഇല്ലാത്ത, ഏറ്റവും ഉയർച്ചയുടെയോ ഏറ്റവും താഴ്ചയുടെയോ ഒക്കെ മിഡിലുള്ള ഒരു നല്ല വർഷമായിരിക്കണം. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ഇയർ എന്ന് പറയുന്നത്. ഇൻഡെക്സ് നമ്പർ കണക്കാക്കുന്നതിന് പല രീതികൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിലൊന്ന് ആണ് സിമ്പിൾ മെത്തേഡ്. ഒന്നാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും ഉണ്ട്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. അങ്ങനെ 2 മെത്തേഡുകളുണ്ട്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡുണ്ട്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡുണ്ട്. 2 മെത്തേഡുകളുണ്ട് ഇൻഡെക്സ് നമ്പർ അളക്കാനായിട്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം സിമ്പിൾ അഗ്രഗേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കിയാൽ തന്നെ ഈ ഫോർമുല നമുക്ക് പഠിക്കാൻ സാധിക്കും. അഗ്രഗേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, എല്ലാം കൂടി കൂട്ടുകയാണ് അഗ്രഗേറ്റ്. അപ്പോൾ ടോട്ടലിൻ്റെ ചിഹ്നം എന്താണ്? നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചാണ്, സിഗ്മ. കേട്ടോ. അപ്പോൾ വർഷം P1 എന്ന് പറഞ്ഞാൽ പുതിയ വർഷത്തെ കറണ്ട് ഇയർ പ്രൈസുകളാണ്. കറണ്ട് ഇയർ പ്രൈസുകൾ എല്ലാം കൂടി കൂട്ടുക എന്നുള്ളതിനുള്ള ചിഹ്നം എന്താണ്? സിഗ്മ. അപ്പോൾ സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0. അതായത് P0 എന്താണ്? പോയ വർഷത്തെ വിലകൾ, പഴയ വിലകൾ, അതാണ് P0 എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് ഇയറിലെ പ്രൈസുകൾ. ഇപ്പോൾ നമ്മൾ ഒരു ഇയറിനെ 2024 എന്ന വർഷത്തെ ബേസ് ഇയർ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2024 വിലകളെയാണ് P0 എന്ന് പറയാം. അതിനോട് കമ്പയർ ചെയ്യുന്ന പുതിയ വർഷത്തെ 2026 വിലകളാണെങ്കിൽ അതിനെയാണ് P1 എന്ന് പറയാം. സോ ഉണ്ട്, ആ രീതിയിൽ ഒരു ഫ്രാക്ഷൻ കണ്ടതിന് ശേഷം അതിനെ ഇൻറ്റു 100 100 കൊണ്ട് ഗുണിക്കുക. 100 കൊണ്ട് ഗുണിക്കാതിരുന്നാൽ ഇൻഡെക്സ് ആകുന്നില്ല. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 100 കൊണ്ടുള്ള ഗുണനം കൂടിയാണ്, അത് ഓർത്തിരിക്കുക. P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ പ്രൈസ് ആണ്, P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ പ്രൈസ് ആണ്. അതെപ്പോഴും ഓർത്തിരിക്കുക. ഇനി അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, അപ്പോൾ സിമ്പിൾ മെത്തേഡിൽ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനടുത്ത് എന്താണ്? അഗ്രിഗേറ്റ് അല്ല, ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. എല്ലാം കൂടി കൂട്ടണ്ട. എല്ലാ കറണ്ട് ഇയർ പ്രൈസും എല്ലാ ബേസ് ഇയർ പ്രൈസും കൂടി ഒരുമിച്ച് കൂട്ടേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രൈസ് റിലേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഓരോ വർഷത്തെയും ഓരോ ഉൽപ്പന്നത്തിൻ്റെയും, ഇപ്പോൾ 2 ഉൽപ്പന്നം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അരിയുമുണ്ട്, ഗോതമ്പുണ്ട്. അരിയുടെ കറണ്ട് ഇയർ പ്രൈസും ബേസ് ഇയർ പ്രൈസും മാത്രം കമ്പയർ ചെയ്യുക. എന്നിട്ട് ഒരു പ്രൈസ് റിലേറ്റീവ് കാണുക. എന്നിട്ട് 100 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രൈസ് റിലേറ്റീവ്. അടുത്തത് ഗോതമ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗോതമ്പിൻ്റെ കറണ്ട് ഇയർ പ്രൈസും ബേസ് ഇയർ പ്രൈസും കൂടി ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കുക, ഇൻറ്റു 100 ചെയ്യുക. അതിൻ്റെ പ്രൈസ് റിലേറ്റീവ് കാണുക. അങ്ങനെ ആ പ്രൈസ് റിലേറ്റീവുകളെ തമ്മിൽ കൂട്ടുക. അപ്പോൾ സിഗ്മ ഓഫ് പ്രൈസ് റിലേറ്റീവുകൾ കിട്ടും, അരിയുടെയും ഗോതമ്പിൻ്റെയും പ്രൈസ്. എന്നിട്ട് അതിനെ എണ്ണം കൊണ്ട് വരിക. അരി ഗോതമ്പ് 2 ഐറ്റം ഉള്ളതുകൊണ്ട് എണ്ണം 2ആണ്. സോ ഇൻഡെക്സ് നമ്പർ സിഗ്മ പ്രൈസ് റിലേറ്റീവ് ഡിവൈഡഡ് ബൈ n. ഇനി വെയ്റ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞ വേറൊരു മെത്തേഡ് ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. ലാസ്പിയർ മെത്തേഡ്, പാഷേഴ്സ് മെത്തേഡ്, ഫിഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ മെത്തേഡ്. ലാസ്പിയർ എന്ന സയൻറ്റിസ്റ്റിൻ്റെ മെത്തേഡ് അത് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട്, ബേസ് ഇയർ ക്വാണ്ടിറ്റിയാണ് അവിടെ പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ പാഷയുടേത് ആണ് ഇതിന് ശേഷം. അപ്പോൾ എന്താണ് ലാസ്പിയറിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്? P01 ഈക്വൽ ടു സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100 എന്നാണ് പറയുക. അപ്പോൾ അതിന് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു, സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു 100 എന്ന് പഠിക്കാം. ലാസ്പിയറിൻ്റെ മെത്തേഡ് പഠിക്കാനുള്ള എളുപ്പമാണ്. ശരിക്കും സയൻറ്റിഫിക്കലി ഇങ്ങനെ പറയാൻ പാടില്ല. സിഗ്മ പിക്കോ ബൈ സിഗ്മ പോക്കോ ഇൻറ്റു 100 ആണ് ലാസ്പിയറുടെ ഇൻഡെക്സ് നമ്പർ, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ കാണാനുള്ള മെത്തേഡ്. വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ 3 നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്പിയർ, പാഷേ എന്ന് പറഞ്ഞ വേറൊരാൾ, പിന്നെ ഫിഷർ എന്ന് പറഞ്ഞ വേറൊരാൾ. അപ്പോൾ ഈ ലാസ്പിയറുടെ മാത്രമാണ് പറഞ്ഞത് സിഗ്മ പിക്കോ ബൈ പോക്കോ ഇൻറ്റു 100. അപ്പോൾ എന്നാൽ അങ്ങനെയല്ല പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഇനി അപ്പോൾ
ഇതിനുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറുടെ മെത്തേഡ് ഈസിയാണ്, പക്ഷേ ചിലപ്പോൾ സംഖ്യകൾ ഓവർ എസ്റ്റിമേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത മെത്തേഡാണ് പാഷയുടെ മെത്തേഡ്. എന്താണ് പാഷയുടെ മെത്തേഡ്? അത് കറണ്ട് ഇയർ ക്വാണ്ടിറ്റീനെയാണ് ബേസ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ ബേസ് ഇയർ ക്വാണ്ടിറ്റീനെയാണ് ബേസ് ചെയ്യുന്നത്. ഓക്കെ, അത് Q0 ആണെങ്കിൽ ഇവിടെ Q1 ആണ് ബേസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? P1 P0 എന്നുള്ള ആദ്യ ഭാഗം ഓക്കെയാണ്, പക്ഷേ രണ്ടാമത്തെ ഭാഗം ഇവിടെ വരുമ്പോൾ ഇവിടെ Q0 എന്നുള്ളതിന് പകരം Q1 പറയാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം സിഗ്മ പിക്കി ബൈ സിഗ്മ പോക്കി ഇൻറ്റു 100 ഉണ്ടോ, പിക്കി ബൈ പോക്കി ഇൻറ്റു 100. മറ്റേത് പിക്കോ ബൈ പോക്കോ ഇൻറ്റു 100 ആയിരുന്നു ലാസ്റ്റ് ഇയറുടെ എങ്കിൽ പിക്കോ പോക്കോ ഇവിടെ എന്തായി പിക്കി പോക്കി ഉണ്ടോ, ആ രീതിയിലാണ്. അപ്പോൾ പാഷയുടെ ഇൻഡെക്സ് നമ്പർ ഇൻറ്റു 100 ഗുണിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇൻഡെക്സ് ആവില്ല. ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയുടെ പ്രശ്നം എന്ന് വെച്ചാൽ പാഷ കണ്ടുപിടിച്ച് ഈ ഫോർമുല അണ്ടർ എസ്റ്റിമേറ്റ് ആയി പോകും, യഥാർത്ഥത്തെക്കാളും താഴ്ന്നു വരും. മറ്റേ ലാസ്റ്റ് ഇയർ കണ്ടുപിടിച്ചതാണെങ്കിൽ ഓവർ എസ്റ്റിമേറ്റ് ആയി പോകും. അപ്പോൾ ഇത് രണ്ടും അല്ല, ഇതിന് നടുക്കാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ അതിന് ഫിഷർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് പുതിയൊരു ഫോർമുല കണ്ടുപിടിച്ചു. ഇതാണ് ഏറ്റവും നല്ല ഫോർമുല, അതായത് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ, മാതൃകാപരമായ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഫിഷറുടെയാണ്. എന്താണ് ഫിഷറുടെ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ P01 ഈക്വൽ ടു റൂട്ട് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് ഫോർമുല ഇൻറ്റു പാഷേഴ്സ് ഫോർമുല. അതായത് ലാസ്റ്റ് ഇയറുടെ ഓവർ എസ്റ്റിമേറ്റ് ആയി പോകും, പാഷയുടെ അണ്ടർ എസ്റ്റിമേറ്റ് ആയി പോകും. അപ്പോൾ അവ രണ്ടും കൂടെ കണ്ടതിന് ശേഷം ഗുണിച്ചിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ എന്തായി? ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ ആയി. അത് മാതൃകാ ഇൻഡെക്സ് നമ്പർ എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ എസ്റ്റിമേഷനും ഇല്ല, അണ്ടർ എസ്റ്റിമേഷനും ഇല്ല, കൂടുതൽ ആക്യുറേറ്റ് ആണ്. ഇൻഡെക്സ് നമ്പറുകൾ എത്രമാത്രം നല്ലതാണ്, ശരിയാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലകളുണ്ട്. 2 ടെസ്റ്റുകൾ എന്നാണ് പറയുന്നത്, ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും. എന്താണ് ഇൻഡെക്സ് നമ്പറുകൾ എത്രത്തോളം നല്ലതാണ്, പെർഫെക്റ്റ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വഴികളുണ്ട്, ടെസ്റ്റുകളുണ്ട്. 2 ടെസ്റ്റുകളുടെ പേരുകളാണ്, ഒന്ന് ടൈം റിവേഴ്സൽ ടെസ്റ്റും വേറൊന്ന് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും. ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ ഇങ്ങനെയാണ് വരിക, P01 ഇൻറ്റു P10 ഈക്വൽ ടു 1. ഇതാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് അങ്ങനെയല്ല, P01 ഇൻറ്റു Q01 ഈക്വൽ ടു V01 എന്ന രീതിയിലാണ്. അപ്പോൾ 2 ടെസ്റ്റുകളുണ്ട്. ഇതെന്താണെന്നൊക്കെ പിന്നീട് അടുത്ത ഇത് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് പറയാം ഈ 2 ടെസ്റ്റുകളും പാസ്സാകുന്നത് ഫിഷറുടെ ഇൻഡെക്സ് നമ്പർ മാത്രമാണ് പാസ്സാകുന്നത്. ലാസ്റ്റ് ഇയറുടെ ടെസ്റ്റ് 2 ടെസ്റ്റും പാസ്സാകില്ല, പാഷയുടെ ടെസ്റ്റും 2 ടെസ്റ്റും പാസ്സാകില്ല. ഫോർമുലയും ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിൻ്റെ ഫോർമുല ഈ 2 ടെസ്റ്റും, അതായത് ടൈം റിവേഴ്സൽ ടെസ്റ്റും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും പാസ്സാകും. അതുകൊണ്ട് ഫിഷറുടെ ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ അഥവാ മാതൃകാ ഇൻഡെക്സ് നമ്പർ എന്നാണ് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ CPI എന്താണ്? ജനങ്ങളുടെ ജീവിത നിലവാര സൂചിക അളക്കുന്ന, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് അളക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ. ഇതിനെ ജീവിത നിലവാര സൂചിക എന്നും പറയാറുണ്ട്. എന്താ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് CPIനെ എന്തെന്നാണ് വിളിക്കുന്നത്? കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ എന്ന്. മെത്തേഡുകൾ എന്തൊക്കെയാണ്? അഗ്രഗേറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡുകളുണ്ട്, അത് മൊത്തം ചെലവ് രീതിയുണ്ട്, ഫാമിലി ബഡ്ജറ്റ് മെത്തേഡുണ്ട്, കുടുംബ ബഡ്ജറ്റ് രീതിയുമുണ്ട്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് ഇതിനുള്ളത്, ഏകദേശ മൂല്യങ്ങളാണ്. ഡിപ്പെൻസ് ഓൺ ഡാറ്റ ക്വാളിറ്റി, ഡാറ്റയുടെ ക്വാളിറ്റിയാണ് ഇത് ആശ്രയിക്കുന്നത്. ചോയ്സ് ഓഫ് ബേസ് ഇയർ അഫക്ട്സ് റിസൾട്ട്. ബേസ് ഇയറിൻ്റെ ചോയ്സ്, നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്ന വർഷം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മുടെ കാണുന്ന ഫലത്തിൻ്റെ നമ്മുടെ റിസൾട്ട്, അന്തിമ ഉത്തരത്തെ ബാധിക്കും. മോശമായ ഒരു ബേസ് ഇയർ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരവും അത്ര കൃത്യമായിരിക്കില്ല. അപ്പോൾ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ കമ്പാരിസൺസ്, എല്ലാത്തരം താരതമ്യങ്ങൾക്ക് ഇൻഡെക്സ് നമ്പർ അത്ര യോജിച്ചാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. ഒരു കണക്ക് ജസ്റ്റ് പറഞ്ഞുകൊണ്ട്, അതായത് സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡ് എന്താണെന്ന് പറയാൻ മാത്രം. അതായത് 2 സാധനങ്ങളുടെ, അരി, ഗോതമ്പ് എന്നിവയുടെ 2 വർഷത്തെ പഴയ വർഷത്തെ വിലയാണ് വന്നിരിക്കുന്നത്. അരിയുടെ 10, ഗോതമ്പിൻ്റെ പഴയ വർഷത്തെ വില 20. ഇനി P1 എന്ന് പറഞ്ഞാൽ പുതിയ വർഷമാണ്, കറണ്ട് ഇയർ പ്രൈസ് ആണ്, നടപ്പ് വർഷ വിലയാണ്. അരിയുടേത് 15, 10 ഉണ്ടായിരുന്ന അരിക്ക് വില കൂടി 15, ഗോതമ്പ് 20 ഉണ്ടായിരുന്നു 25 ആയി. രണ്ടിൻ്റെയും കറണ്ട് ഇയർ പ്രൈസ് അത് നമുക്ക് ബോക്സിൽ ഇങ്ങനെ എഴുതാം. അരി, പഞ്ചസാര, അരി, ഗോതമ്പ് എന്നാണ് ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെയല്ല ഇവിടെ ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ആപ്പിൾ ഗ്രേപ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ 2000 വർഷം ബേസ് ഇയർ ആയിട്ടും 2005 വർഷം കറണ്ട് ഇയർ ആയിട്ടാണ് ഇവർ തന്നിരിക്കുന്നത്. എന്തോ ആവട്ടെ, അപ്പോൾ ബേസ് ഇയർ പ്രൈസിനെ P0 എന്നും കറണ്ട് ഇയർ പ്രൈസിനെ P1 എന്നുമാണ് പറയുക. ആപ്പിളിന് പണ്ട് 10 ഉണ്ടായിരുന്നത് ഇപ്പോൾ 15 ആയി. ഗ്രേപ്സിന് പണ്ട് 20 ഉണ്ടായിരുന്നത് 25 ആയി. അപ്പോൾ ആപ്പിളിൻ്റെ പഴയ വിലകൾ കൂട്ടിയെടുക്കുക, ആപ്പിളിൻ്റെയും ഗ്രേപ്സിൻ്റെയും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പഴയ വിലകൾ കൂട്ടിയെടുക്കുക. ആപ്പിളിൻ്റെയും ഗ്രേപ്സിൻ്റെയും എത്ര, ഇപ്പോൾ ആപ്പിളും ഗ്രേപ്സ് മാത്രമല്ല, ഇനിയും വേറെയും ഫ്രൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അരി, പഞ്ചസാര, ഗോതമ്പ്, വെളിച്ചെണ്ണ എന്നിവ സാധനങ്ങളായിരിക്കും. എന്തോ അവിടെ അവയുടെ പഴയ വർഷത്തെ വിലകളെല്ലാം കൂടി കൂട്ടിയെടുക്കുക, അഗ്രഗേറ്റ് ആയിട്ട് കൂട്ടിയെടുക്കുക. അഗ്രഗേറ്റ് മെത്തേഡിൽ അങ്ങനെയാണല്ലോ, അഗ്രഗേറ്റ് ആയിട്ട് കൂട്ടിയെടുക്കുക. അപ്പോൾ സിഗ്മ P0 എല്ലാം കൂട്ടിയെടുക്കുന്നു 30 കിട്ടി. സിഗ്മ P1 പുതിയ വർഷത്തെ വിലകൾ കൂട്ടിയെടുത്തു 40 കിട്ടി.
ഈ മഞ്ഞ നിറത്തിൽ സിഗ്മ എന്നുള്ള കോളം മഞ്ഞ നിറത്തിൽ കാണുന്ന ടോട്ടലുകളാണല്ലോ, അറിയാം. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡിൻ്റെ ഫോർമുല P01 ഈക്വൽ ടു സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 ആണ്. അപ്പോൾ അതായത് സിഗ്മ P1 40 ആണ്, 40/30 ഇൻറ്റു 100 എന്ന് വരും അല്ലേ. അപ്പോൾ 40/30 ആണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡിൽ നമ്മൾ നോക്കുന്നത്. ബേസ് ഇയർ പ്രൈസുകളെല്ലാം കൂട്ടി 15, 25 കൂടി കൂട്ടി 40 ആയി. കറണ്ട് ഇയർ പ്രൈസുകളെല്ലാം കൂടി കൂട്ടി കറണ്ട് ഇയർ പ്രൈസുകൾ മുകളിലാണ് എഴുതേണ്ടത്. P1 എഴുതിയപ്പോൾ തെറ്റിപ്പോയി. കറണ്ട് ഇയർ പ്രൈസുകൾ മുകളിലാണ് ടോട്ടൽ ചെയ്യേണ്ടത് 40, ബേസ് ഇയർ പ്രൈസുകൾ താഴെയാണ്, അത് 30. എന്തോ ആവട്ടെ, 40/30 ഇൻറ്റു 100 133.33. അപ്പോൾ വില നിലവാര സൂചിക ഒറിജിനൽ 100 ആണ്. അപ്പോൾ ഒറിജിനലേയും കടന്ന് 133.3 ആണ്. അപ്പോൾ എത്രമാത്രം 100-നേക്കാൾ കൂടി, ഒറിജിനൽ പ്രൈസിനേക്കാൾ കൂടി 33% കൂടി, 33.33% വില വർധനവുണ്ടായി എന്നർത്ഥം. പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 33.33%. നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് ഫോർമുല എഴുതാൻ മറക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാൽക്കുലേഷൻസ് കാണിക്കണം. ഇൻഡെക്സ് എത്ര ശതമാനത്തിലാണ് കാണിക്കേണ്ടത്, യൂണിറ്റ്, അല്ലാണ്ട് ശതമാനം എഴുതാൻ മറന്നു പോകരുത്. ഇപ്പോൾ 133 കിട്ടി, 133 വെറുതെ എഴുതി വെച്ച് അണ്ടർലൈൻ ചെയ്യരുത്. 133% എന്ന് എഴുതി വയ്ക്കാൻ മറക്കരുത്. കാരണം ഇൻഡെക്സ് നമ്പറിൻ്റെ കണക്കാണോ അത് പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അവർക്ക് ലാസ്റ്റ് ഇയർ ഇൻഡെക്സ് നമ്പർ ബേസ് ഇയർ ക്വാണ്ടിറ്റീനെയാണ്, കാരണം സിഗ്മ പിക്കോ ബൈ പോക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ Q0 ആണ് വരുന്നത്. എന്നാൽ പാഷയുടെ ഇൻഡെക്സ് നമ്പർ വരുന്നത് കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയാണ്, പിക്കി ബൈ പോക്കി എന്നാണ് പറയുന്നത്. Q1 എന്നാണ് ഫോർമുലയിൽ വരുന്നത്. അതുപോലെ തന്നെ എന്നാൽ ഫിഷറിൻ്റേത് ജിയോമെട്രിക് മീൻ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റൂട്ട് കണ്ടിട്ട്, തമ്മിൽ ഗുണിച്ച് റൂട്ട് കണ്ടിട്ട് ആണ് ജിയോമെട്രിക് മീൻ ആണ് ഫിഷർ എടുക്കുന്നത്. ഇതാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കണക്കാണ് നോക്കിയത്. അഗ്രിഗേറ്റീവ് മെത്തേഡിൻ്റെ മാത്രമേ നോക്കിയുള്ളൂ. സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യും. താങ്ക് യു.